ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. യഹൂദ്യ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് ആബിയ കൂറിൽ സെക്രിയാവ് എന്നു പേരുള്ളൊരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രന്മാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. വൃദ്ധരായ 2 ദമ്പതികൾ, സെക്രിയാവും എലിശബത്തും. അവർ രണ്ടുപേരും എത്രയോ വർഷങ്ങൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി ജീവിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുവാൻ സാധിച്ച 2 വൃദ്ധ ദമ്പതികൾ. അവർ കുട്ടികളില്ലാത്തവരാണ്. അത് ആ കാലഘട്ടത്തിൽ നാണക്കേടിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും ഒരു അടയാളമായി എല്ലാ യഹൂദന്മാരും കാണുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു സൗഭാഗ്യം നിഷേധിച്ച ആ ദമ്പതികൾ അതിൽ ഒട്ടും മനം മടുക്കാതെ കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ, കർത്താവിനെ സ്തുതിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരു വീഴ്ചയും ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഒരു വാക്യത്തിലൂടെ നമ്മൾ കാണുകയാണ്. അവരുടെ മനസ്സിൻ്റെ ആ വലിയ പ്രയാസത്തിലും അവർ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ബഹുമാനത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനും ആ വൃദ്ധ ദമ്പതികൾക്ക് കഴിയുന്നു. നമുക്കറിയാം, അവരുടെ പ്രായം കാരണം ഒരിക്കലും കുട്ടികളുണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരിക്കുന്ന ഒരു വാർദ്ധക്യ സമയമായിരുന്നിരിക്കണം അവരുടെ ജീവിതത്തിൽ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ആ വിശ്വസ്ത ദമ്പതികൾക്ക് ഒരു അനുഗ്രഹമാകുകയാണ്. ആ വാർദ്ധക്യത്തിൽ കർത്താവിൻ്റെ മുന്നോട്ടക്കാരനായ യോഹന്നാൻ സ്നാപകനെ ആ വൃദ്ധ ദമ്പതികൾക്ക് ഒരു മകനായി കൊടുക്കുവാൻ ദൈവം നിശ്ചയിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വൃദ്ധ ദമ്പതികളെ പോലെ ദൈവസന്നിധിയിൽ ന്യായങ്ങളിലും ദൈവ കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായി ദൈവത്തിന് നമ്മളെ കാണുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളിലും ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും അവനെ ചൊരിയുവാനും നമ്മുടെ വാർദ്ധക്യത്തിലും നമ്മളായിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവിക സ്നേഹം, ആ ദൈവിക കരുതൽ, അത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അങ്ങനെ ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ രുചിച്ചും ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി ദൈവം നമ്മളെ അതിനെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.